കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, തിരുവചനങ്ങൾ 18 മുതൽ. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ മനോഹരമായ 2 വചനഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും, പല ആചാരങ്ങളും, പല അനുഷ്ഠാനങ്ങളും ദൈവം നമ്മളിൽ പ്രീതിപ്പെടും എന്നുള്ള ബോധ്യത്തിൽ ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ആത്മാവ് രക്ഷപ്പെടും, അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അതിനേക്കാളും ഉപരി ചില സമയങ്ങളിൽ ദൈവം പറഞ്ഞതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയും ചില പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ആദ്യ വായനയിൽ സാവൂളിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ നീ കൊള്ളവസ്തുക്കളൊന്നും കൈവശം വയ്ക്കരുത്, ആരെയും പ്രത്യേകിച്ച് രാജാവിനെ പിടിച്ചുകൊണ്ട് വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയോ ചെയ്യരുതെന്ന് സാവൂളിനോട് വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ദൈവം സാവൂളിനെ അയക്കുന്നത് അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ. എന്നാൽ നല്ല നല്ല വസ്തുക്കളെ കണ്ടപ്പോൾ സാവൂൾ അത് കൈവശപ്പെടുത്തി എന്തു ചെയ്തു? അതെല്ലാം തിരികെ കൊണ്ടുവന്നു. എന്നിട്ട് അതിലേറ്റവും മനോഹരമായത് ദൈവത്തിന് ബലിയർപ്പിച്ച് സാവൂൾ വിചാരിച്ചു, ഞാനിത് ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നിൽ പ്രീതിപ്പെടും. ഈശോയിൽ പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, രാജാവായ അഗാഗിനെ സാവൂള് പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു. ഇന്നത്തെ വചനഭാഗത്ത് സാമുവേൽ സാവൂളിനെ വിമർശിക്കുന്നത് നമുക്ക് കാണാം. നീ കരുതുന്നുണ്ടോ നിന്റെ ബലികളിൽ മാത്രം സംപ്രീതനായി നിന്നെ കേൾക്കുന്നൊരു ദൈവമാണ് ഉള്ളതെന്ന്? ഈശോയിൽ പ്രിയമുള്ളവരെ, എന്നിട്ട് സാമുവേൽ പറയുന്ന വചനം ഇതാണ്, അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് നീ അറിയുന്നില്ലേ? തൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണോ ദഹനബലികളും കാഴ്ചകളും അർപ്പിക്കുന്നതാണോ ദൈവത്തിന് പ്രീതികരം? ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനം കൂടെ കൂടെ നമ്മളോട് അനുശാസിക്കുന്ന ഒരു കാര്യം ഇതാണ്. തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും തൻ്റെ വചനം പാലിക്കുകയും തൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവത്തിന് കൂടുതൽ പ്രീതികരം. ഇത് പറയുന്നത് ബലിയർപ്പണം വേണ്ട എന്നുള്ളതിനെക്കുറിച്ചല്ല. പിന്നെയോ ഏറ്റവും വലിയ ബലിയർപ്പണം എന്ന് പറയുന്നത് അനുസരണം തന്നെയാണ്. കാരണം ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു മുട്ടാടിനെയോ കോലാടിനെയോ കാളക്കുട്ടിയോ ഒക്കെ ബലിയർപ്പിക്കുന്നു. പക്ഷേ അനുസരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിനെ അനുസരിക്കുമ്പോൾ ആ വ്യക്തിയെ തന്നെയാണ് ബലിയർപ്പിക്കുന്നത്. ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നും നോക്കാതെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവത്തോടുള്ള വിധേയത്വത്തെ പ്രതി ഞാൻ അനുസരിക്കുമ്പോൾ എൻ്റെ അഹത്തെ, എൻ്റെ ഈഗോയെ, എൻ്റെ ചിന്താഗതികളെ, എൻ്റെ ഇഷ്ടങ്ങളെയാണ്, താല്പര്യങ്ങളെയാണ് ഞാൻ അവിടെ ബലിയർപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈശോ നമ്മോട് പറയുന്നില്ലേ, ആദ്യം സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുകയെന്ന്. ആ ഒരു സ്വയം പരിത്യജിക്കലാണ് അനുസരണത്തിലൂടെ ഓരോ വ്യക്തിയും ദൈവത്തിന് അർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ അഹത്തെ, തൻ്റെ ഉള്ളത്തെ ബലിയായി അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുകയാണ്.
അതുകൊണ്ടാണ് സാവൂളിനോട് ദൈവം പറഞ്ഞത്, നിന്റെ ദഹനബലിക്ക് വിലയില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അനുസരണമായിരുന്നു നീ അർപ്പിക്കേണ്ട ഏറ്റവും വലിയ ബലി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെ 2-3 പ്രാവശ്യം സാവൂൾ അനുസരിക്കാത്തത് കൊണ്ട് ആ രാജ്യത്വം തന്നെ സാവൂളിൽ നിന്ന് ദൈവം എടുത്തു കളയുന്നുണ്ട്. 1 സാമുവേൽ 13-ാം അധ്യായത്തിൽ സാമുവേലിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സ്വയം പ്രാർത്ഥനയും ധൂപവും അർപ്പിക്കാൻ പോയ സാവൂളിൽ നിന്ന് എന്നേക്കുമായിട്ട് രാജ്യത്വം എടുത്തു മാറ്റി. ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കേട്ടത് വഴി കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച സാവൂളിൽ നിന്ന് രാജ്യത്വം എടുത്തു മാറ്റി. പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി എന്ന് അടുത്ത അധ്യായത്തിൽ 16-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: ധിക്കാരമാണ് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന ഏറ്റവും വലിയ തിന്മ. അത് വിഗ്രഹാരാധന പോലെയാണെന്ന വചനം പറയുന്നത്. ദൈവത്തേക്കാൾ അധികമായിട്ട് ഞാൻ എനിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ധിക്കാരം. ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ഉത്തമമായതെന്ന് ചിന്തിച്ച് ദൈവത്തെ ധിക്കരിക്കുന്ന അവസ്ഥ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണ്ടും യഹൂദരും ഫരിസേയരും എല്ലാം ഈശോയോട് ചോദിക്കുന്നുണ്ട്, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരും എല്ലാം ഉപവസിക്കുന്നുണ്ടല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട്? ഇവിടെയും അനുസരണത്തെക്കുറിച്ചാണ് ഈശോയോട് ചോദിക്കുന്നത്. ഞങ്ങളെല്ലാം ഈ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഇന്ന കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാർ മാത്രം എന്നാ ഉപവസിക്കാത്തത്? പ്രിയമുള്ളവർ, ഇവിടെ ഈശോ അനുസരണത്തിൻ്റെ 2 വശങ്ങൾ കാണിച്ചു തരികയാണ്. ചില അനുസരണം അന്ധമായ അനുസരണം മാത്രമാണ്. ഒരു കൽപ്പനയുണ്ട്, ഞാൻ ആ കൽപ്പന പാലിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ സ്നേഹത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയും അനുസരിക്കണമെന്ന് കാണിക്കുകയാണ് ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ. പഴയ നിയമത്തിലെ നിയമമനുസരിച്ച് ആണ്ടിൽ ഒരിക്കൽ മാത്രം ഉപവസിച്ചാൽ മതി എന്നുള്ള നിയമത്തിൽ നിന്നും കൂടുതൽ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പാരമ്പര്യത്തിലേക്കുമൊക്കെ പോയ ഫരിസേയർ എന്തു ചെയ്യുന്നു? അവരാഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്ന ഒരു തലത്തിലേക്ക് അവരുടെ നിയമങ്ങളെ വലുതാക്കുകയാണ്. അവരാഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിച്ചാൽ അവർ പെർഫെക്റ്റായി എന്ന് വിചാരിക്കുന്നു, അവർ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിക്കുന്നു, ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ആ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അവർക്ക് സ്നേഹമില്ല, ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെയുള്ളൊരു വിധേയത്വമില്ല. കൽപ്പനകൾ വാച്യാർത്ഥത്തിൽ വാക്കുകളിൽ അനുസരിക്കുന്നുവെന്ന് മാത്രം. കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്: അവിടുന്ന് യഹൂദ പാരമ്പര്യത്തിലേക്ക് പുതിയ ഒരു കഷ്ണം തുന്നിച്ചേർക്കാനായിട്ട് വന്ന ഒരാളല്ല. കർത്താവ് പഴയ തോൽക്കുടങ്ങളിലേക്ക് പുതിയ വീഞ്ഞൊഴിച്ചു വയ്ക്കാൻ വന്നയാളല്ല. കർത്താവ് പറയുകയാണ്, പഴയ നിയമത്തെ പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. പഴയ നിയമം അതിൽ തന്നെ അപൂർണമാണ്. കാരണം അത് വരാനിരിക്കുന്നതിന് നിഴല് മാത്രമാണ്. ദൈവത്തെയും ദൈവകൽപ്പനകളെയും പൂർണ്ണ വെളിച്ചത്തിൽ കാണാൻ സാധിക്കാതെ അതിൻ്റെ കൽപ്പനകളെ മാത്രം, വാക്കുകളെ മാത്രം കാണുന്നതിൽ നിന്നും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, കൃപയുടെ പൂർണ്ണതയിലേക്ക് ആ വിശ്വാസത്തെ, ജീവിതത്തെ നയിക്കുവാൻ, പൂർത്തീകരിക്കുവാനാണ് കർത്താവ് വന്നതെന്ന് പറയുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയുമാണോ ദൈവത്തെ അനുസരിക്കുന്നത്? അതോ പേടിച്ചിട്ടും ഇതനുസരിച്ചാൽ സ്വർഗത്തിൽ പോകാം, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇന്ന ആചാരങ്ങൾ, ഇന്ന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താൽ എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താം എന്നുള്ള ഒരു ബോധ്യത്തിലാണോ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാനും കൽപ്പനകൾ പാലിക്കാനും ശ്രമിക്കുന്നത്? അവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പഴയ തോൽക്കുടങ്ങളിലേക്ക് പുതിയ വീഞ്ഞ് ഒഴിച്ചു വയ്ക്കാൻ നോക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? പഴയ ഒരു വീഞ്ഞിൻ്റെ തോൽക്കുടം അതിനാദ്യം ഭയങ്കരമായിട്ട് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പുതിയ വീഞ്ഞ് എപ്പോഴും ഇങ്ങനെ പുളിപ്പുള്ളതാണ്, അതിങ്ങനെ കൂടുതൽ ഗ്യാസ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ തോൽക്കുടമാണെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട് അതിനെ സൂക്ഷിക്കാൻ സാധിക്കും. എന്നാൽ പഴയ തോൽക്കുടങ്ങൾ ഓൾറെഡി അത് വലിഞ്ഞു പോയത് കൊണ്ട് പുതിയ വീഞ്ഞൊഴിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. പുതിയ തുണിക്കഷ്ണം ഈടുറ്റതും സ്ട്രോങ്ങുമാണ്. അത് പഴയ തുണിക്കഷ്ണത്തോട് തുന്നിച്ചേർത്താൽ അത് പഴയ തുണി പെട്ടെന്ന് കീറിപ്പോകും. കാരണം ഇത് അങ്ങനെ വലിഞ്ഞു നിൽക്കില്ല, പുതിയ തുണിക്കഷ്ണം. അതുകൊണ്ട് തന്നെ ഫരിസേയരോട് ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അനുസരിക്കുന്നു എന്ന് കാണിക്കുന്നവർ മാത്രമാകാതെ നിങ്ങളുടെ ഹൃദയം കൂടി ആ അനുസരണത്തിൽ സമർപ്പിക്കുവിൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹബന്ധമാണ് പ്രധാനം.
ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യത്തിലേക്കല്ല കർത്താവ് നോക്കുന്നത്. നിൻ്റെ ഹൃദയം പൂർണ്ണമായും അതിലുണ്ടോ? നീ ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാണോ, അതോ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണോ? ചിലപ്പോൾ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ഒതുങ്ങിപ്പോകുന്ന വ്യക്തികൾ അതിൻ്റെ അനുഷ്ഠാനം വഴി ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് അകന്നു തന്നെ പോയേക്കാം. ഈശോയിൽ പ്രിയമുള്ളവരെ, നിൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പറയുന്നു, അവിടുത്തേക്ക് ആവശ്യമുള്ളത് നിൻ്റെ ഹൃദയമാണ്, നീ എന്ന വ്യക്തിയെയാണ്. നിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാരമ്പര്യങ്ങളെയും കുഞ്ഞു കുഞ്ഞു ഇത്തരത്തിലുള്ള ഞാൻ അനുഷ്ഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കാളൊക്കെ ഉപരി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുക, അവിടുത്തെ അനുസരിക്കുക. അവിടെയാണ് നിൻ്റെ ബലി പൂർണ്ണമാകുന്നത്. നീ എന്ന വ്യക്തിയെ നീ ബലി അർപ്പിക്കുന്നത് സ്നേഹത്തിലായിരിക്കണം, കടമ നിർവഹിക്കാൻ എന്നതുപോലെ ആയിരിക്കരുത്. ദൈവബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകാതെ ഞാനായിരിക്കുന്ന ഓരോ സമയങ്ങളിലും പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുവാൻ, സ്നേഹത്തിൽ നിന്നെ അനുസരിക്കുവാൻ കൃപ തരണമേ. എന്നെ പൂർണ്ണമായിട്ട് നിനക്ക് വേണ്ടി ബലിയാകുവാൻ എന്നെ അനുവദിക്കണമേ. കർത്താവേ, ഞാനല്ല, നീയാണ് എൻ്റെ ദൈവമെന്ന ബോധ്യത്തിൽ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, നിന്നോടുള്ള സ്നേഹബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.